SRG എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രമാണ്. കേരള PSC പരീക്ഷയിൽ ഒരു ടോപ്പിക്ക് മാത്രം നന്നായി പഠിച്ചാൽ തന്നെ ചരിത്ര ഭാഗത്തിൻ്റെ പകുതി മാർക്ക് ഉറപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ടോപ്പിക്കാണ് കേരള ചരിത്രം. പക്ഷേ ഒരു കാര്യം, പലരും കേരള ചരിത്രം പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ പേരും വർഷങ്ങളും മാത്രം മനഃപ്പാഠമാക്കും. പരീക്ഷയിൽ ഒരു ചെറിയ ടെസ്റ്റ് വന്നാൽ അവിടെ തന്നെ കുടുങ്ങും. ഇന്ന് നമുക്ക് കേരള ചരിത്രം ഒരു ലൈവ് ക്ലാസ് പോലെ, കഥ കേൾക്കുന്നത് പോലെ പഠിക്കാം. അവസാനം ഞാൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചു എന്നർത്ഥം. കേരള ചരിത്രം PSCയിൽ ഇത്ര പ്രധാനമാകാൻ കാരണമെന്താണ്? പ്രാചീന കേരളം, ചേര രാജവംശം, വിദേശ സഞ്ചാരികൾ, പോർച്ചുഗീസിൻ്റെ വരവ്, ഡച്ച്, ഇംഗ്ലീഷ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, കേരളപ്പിറവി എന്നിങ്ങനെ മുഴുവൻ സിലബസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് വർഷം, സ്ഥലം, രാജാവ്, ഗ്രന്ഥം, സഞ്ചാരി, ഉടമ്പടി, സമരം എന്നിവയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇനി ആദ്യം പ്രാചീന കേരളത്തിലേക്ക് പോകാം. കേരളത്തെക്കുറിച്ച് ഏറ്റവും പഴയ പരാമർശങ്ങളിൽ ഒന്ന് അശോകൻ്റെ ശാസനകളിലാണ്. അവിടെ കേരളപുത്രൻ എന്ന പേരാണ് കാണുന്നത്. ഇത് PSCയിൽ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓർക്കാനൊരു ട്രിക്ക് പറയാം. അശോകൻ, ശാസനം, കേരളപുത്രൻ 3 വാക്കുകളും ഒരുമിച്ച് ഓർക്കുക. അടുത്തത് സംഘകാലം. സംഘകാല സാഹിത്യങ്ങളിൽ കേരളത്തെ ചേരരുടെ നാട് എന്ന് പരാമർശിക്കുന്നു. അന്ന് കേരളത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ചേര രാജവംശമാണ്. ചേരരുടെ ആദ്യകാല തലസ്ഥാനം വഞ്ചിയായിരുന്നു. ചിലർ കരൂരെന്നും ചിലർ കൊടുങ്ങല്ലൂരെന്നും കേട്ടിട്ടുണ്ടാവും. ഇതാണ് വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗം. ആദ്യകാല ചേരരുടെ തലസ്ഥാനം കരൂർ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ പ്രധാന കേന്ദ്രമായി മാറി. പരീക്ഷയിൽ ചോദിക്കുമ്പോൾ ഏത് ചേര കാലഘട്ടമാണെന്ന് ശ്രദ്ധിക്കണം. ഇനിയൊരു PSC സ്റ്റൈൽ ചോദ്യം ചോദിക്കാം. ചേരന്മാരുടെ പ്രധാന തുറമുഖം ഏത്? ഉടനെ പറയണം. മുസരിസ് അഥവാ മുചിരി. ഇന്നത്തെ കൊടുങ്ങല്ലൂർ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തുറമുഖമാണിത്. ഇതുവരെ പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്യാം. അശോകൻ, കേരളപുത്രം, സംഘകാലം, ചേര. പ്രധാന തുറമുഖം മുസരീസ്, തലസ്ഥാനം വഞ്ചി അല്ലെങ്കിൽ കരൂർ, പിന്നീട് മഹോദയപുരം. ഇതുവരെ നമുക്ക് ക്ലിയർ ആയിട്ടില്ലേ? ഇനി മധ്യകാല കേരളത്തിലേക്ക് വരാം. ഇവിടെ രണ്ടാമത്തെ സാമ്രാജ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ച ഈ ചേരരെ കുലശേഖര ചേരർ എന്നും വിളിക്കുന്നു. കുലശേഖര ആഴ്വാർ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ്. PSCയിൽ കുലശേഖരൻ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഇനി നമുക്ക് വിദേശ സഞ്ചാരികളെ നോക്കാം. ഇബ്നു ബത്തൂത്ത, മാർക്കോ പോളോ, അബ്ദുൾ റസാഖ് ഇവരുടെ യാത്രാ വിവരണങ്ങളിൽ കേരളത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയെ ഓർക്കണം. ഇവിടെ ഒരു ട്രിക്കുണ്ട്. കോഴിക്കോട് ഖാസി ബത്തൂത്ത എന്ന് മനസ്സിൽ ബന്ധിപ്പിച്ചാൽ മറക്കത്തില്ല. അടുത്തതായി നമുക്ക് സാമൂതിരിമാരെ പഠിക്കാം. കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് സാമൂതിരിമാർ. മാമാങ്കം ഉത്സവവുമായി ഇവർക്ക് വലിയ ബന്ധമുണ്ട്. മാമാങ്കം നടന്നത് തിരുനാവായയിലാണ്. PSCയിൽ സാമൂതിരി, കോഴിക്കോട്, മാമാങ്കം, തിരുനാവായ എന്ന ബന്ധം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും സ്കോറിംഗ് ഭാഗം, യൂറോപ്യന്മാരുടെ വരവ്. 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തി. ഈ വർഷം മറക്കരുത്, 1498. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് എന്ന 3 വാക്കുകൾ ഒരേ ശ്വാസത്തിൽ പറയാൻ പരിശീലിക്കുക. പരീക്ഷയിൽ ഇത് ഉടൻ ഓർമ്മ വരും. വാസ്കോ ഡ ഗാമ എത്തിയത് കോഴിക്കോട് സമീപമുള്ള കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നീട് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ശക്തി നേടി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, സാന്താക്രൂസ് ബസലിക്ക എന്നിവ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടവയാണ്. ഇവിടെ പലരും തെറ്റിക്കുന്നത് എന്താണെന്നറിയാമോ? വാസ്കോ ഡ ഗാമ ആദ്യം എത്തിയത് കൊച്ചിയിലാണെന്ന് കരുതും. ശരിയായ ഉത്തരം കാപ്പാട്, കോഴിക്കോടാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നു. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തു.
ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് സമ്മാനിച്ചതാണ്. പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിതതുകൊണ്ടാണ് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. ഇത് PSCയിലെ ഒരു ക്ലാസിക് കൺഫ്യൂഷൻ ചോദ്യമാണ്. അടുത്തത് ഇംഗ്ലീഷുകാരുടെ വരവ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഇവിടെ വർഷം പ്രധാനമാണ് 1792. ടിപ്പു സുൽത്താൻ്റെ പരാജയത്തിന് ശേഷമാണ് ഈ മാറ്റം സംഭവിച്ചത്. ഇനി കേരള ചരിത്രത്തിലെ മഹത്തായ ഭരണാധികാരികളിൽ ഒരാളായ മാർത്താണ്ഡവർമ്മയെ പഠിക്കാം. തിരുവിതാംകൂർ ശക്തിപ്പെടുത്തിയ രാജാവാണ് ഇദ്ദേഹം. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിലെ ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയോട് തോറ്റ പ്രധാന യുദ്ധങ്ങളിലൊന്നാണ്. PSCയിൽ വർഷവും എതിരാളിയും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ധർമ്മരാജ എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയെ ഓർക്കണം. ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഇവരാണ്. ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് വീണ്ടും റിവൈസ് ചെയ്യാം. വാസ്കോഡ ഗാമ 1498 കാപ്പാട്. ഡച്ചുകാർ കൊച്ചി പിടിച്ചത് 1663. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. കുളച്ചിൽ യുദ്ധം 1741. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഇനി സാമൂഹിക നവോത്ഥാന ഭാഗത്തേക്ക് ചെറിയൊരു യാത്ര. നമ്മൾ നവോത്ഥാന നായകന്മാർ, കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട്. അതിൽ ഓരോ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതായതുകൊണ്ട് ഇതുകൂടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി എന്നിവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തെ ആധുനിക സമൂഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ചു. ഈ വർഷം PSC ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അവസാനം കേരള പിറവി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ പുനഃസംഘടനയുടെ ഭാഗമായി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് കേരളം രൂപപ്പെട്ടത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ, കാസർഗോഡ് മുഴുവൻ പിന്നീട് ചേർത്തതാണെന്ന് ചിലർ കരുതും. യഥാർത്ഥത്തിൽ ദക്ഷിണ കന്നഡയിലെ കാസർഗോഡ് താലൂക്ക് കേരളത്തിൽ ഉൾപ്പെടുത്തിയതാണ്. PSCയുടെ പഴയ ചോദ്യപേപ്പറുകൾ നോക്കിയാൽ നേരിട്ട് വർഷം ചോദിക്കുന്നതിനേക്കാൾ സംഭവം, വർഷം, രാജാവ്, യുദ്ധം, സഞ്ചാരി, സ്ഥലം, തുറമുഖം, രാജവംശം, സാമൂഹിക നേതാവ്, സംഘടന എന്നീ രീതിയിലാണ് ചോദ്യങ്ങൾ കൂടുതലായി വരുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ പഠിക്കുക, വെറും പേരുകൾ മാത്രം പഠിക്കരുത്. ഇനി ഒരു 30 സെക്കൻഡ് ക്വിക്ക് റിവിഷൻ നോക്കാം. അശോകൻ്റെ ശാസനകളിൽ കേരളപുത്രൻ, സംഘകാലത്ത് ചേരർ, മുസരീസ് പ്രധാന തുറമുഖം, മഹോദയപുരം കുലശേഖര ചേരരുടെ കേന്ദ്രം, നമ്പൂതിരിമാർ കോഴിക്കോട് ഭരിച്ചു, മാമാങ്കം തിരുനാവായിൽ നടന്നു, 1498 വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലെത്തി, 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തു, 1771 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഇനി 1996 ക്ഷേത്രപ്രവേശന വിളംബരം, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. ഇത്രയും പഠിച്ചാൽ തന്നെ കേരള ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം PSC ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ടെസ്റ്റ്. ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തി നോക്കുക. അശോകൻ്റെ ശാസനങ്ങളിൽ കേരളത്തെ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ചേരന്മാരുടെ പ്രധാന തുറമുഖം ഏതാണ്? വാസ്കോഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് ഏത് സ്ഥലത്താണ്? കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഏത് തീയതിയിലാണ്? ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കേരള PSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള പഠന വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട PSC ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഇത് നിങ്ങളുടെ SRJ എഡ്യൂക്കേഷൻ സൈനിങ് ഓഫ്.